ഹൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും മെയ്സൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് എന്ന പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ബേസിക് റീസൺ ഫോർ വിൻഡ്? കാറ്റുണ്ടാവുന്നതിനുള്ള അടിസ്ഥാന കാരണം എന്താണ്? ദ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ദ ബേസിക് റീസൺ ഫോർ വിൻഡ്. അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങളാണ് കാറ്റുകൾ ഉണ്ടാകുന്നതിന് അടിസ്ഥാന കാരണം. വട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്? സിംപ്ലി വി ക്യാൻ സേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയ്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. ദ എവറേജ് വെയ്റ്റ് that air exerts on the earth's surface is 1034 milligram per centimeter square. എന്താണ് അന്തരീക്ഷമർദ്ദം? അന്തരീക്ഷമർദ്ദം എന്നാൽ വായുവിൻ്റെ ഭാരമാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. The weight that air exerts on the earth's surface is called atmospheric pressure. The average weight that the air exerts on the earth's surface is 1034 milligram per centimeter square. Next question. Name the instrument used to measure the atmospheric pressure. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ അഥവാ രസ ബാരോമീറ്റർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ്. ചിത്രം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഇത് യൂണിറ്റിലാണ് അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത്. മില്ലി ബാർ ആൻഡ് ഹെക്ടോപാസ്കൽ. ഹെക്ടോപാസ്കൽ, മില്ലി ബാർ എന്നീ ഏകകങ്ങളിലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. വാട്ട് വിൽ ബി ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ മെർക്കുറി ബാരോമീറ്റർ അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മെർക്കുറി ബാരോമീറ്ററിൽ മെർക്കുറിയുടെ ലെവൽ എത്രയായിരിക്കും? 76 സെന്റിമീറ്റർ. What will be the level of mercury at a normal atmospheric pressure? The answer is 76 centimeter is the level of mercury at normal atmospheric pressure. Why do mountaineers carry oxygen cylinders? Why do mountaineers carry oxygen cylinders with them? When height increases, the amount of air decreases in atmosphere. ഉയരം വർദ്ധിക്കുന്നതിനനുസരിച്ച് വായുവിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. സോ മൗണ്ടനേഴ്സ് ക്യാരി ഓക്സിജൻ സിലിണ്ടേഴ്സ് വിത്ത് ദം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. These are the important factors influencing the atmospheric pressure. The weight exerted by air on Earth's surface is the atmospheric pressure. The weight exerted by air on the Earth's surface is the atmospheric pressure. But atmospheric pressure is not experienced uniformly all over. Why? അന്തരീക്ഷമർദ്ദം എല്ലായിടത്തും ഒരേപോലെയല്ല അനുഭവപ്പെടുന്നത്. എന്താണ് അതിന് കാരണം? Temperature, altitude and humidity are the factors that influence pressure. ടെമ്പറേച്ചറും ആൾട്ടിറ്റ്യൂഡും ഹ്യൂമിഡിറ്റിയുമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. The variations in the distribution of temperature due to the spherical shape of the earth and the tilting of the axis, the difference in the altitude of regions and the variations in humidity influence the atmospheric pressure. That is why atmospheric pressure is not experienced uniformly all over. Temperature, altitude and humidity are inversely proportional to atmospheric pressure. Justify. Temperature, altitude and humidity are inversely proportional to atmospheric pressure. Justify. The answer: when temperature increases, air gets heated and expands. The expanded air is less dense and it ascends. This leads to lowering of pressure. When temperature decreases, air becomes dense and descends. This will increase atmospheric pressure.
So there is an inverse relationship between temperature and pressure. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എയർ ചൂട് പിടിച്ച് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ എസൻസ്, വായു ചൂട് പിടിക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ഡെൻസിറ്റി കുറയുന്നു, ഡെൻസിറ്റി കുറഞ്ഞ് അത് മുകളിലേക്ക് ഉയരുന്നു. ദിസ് ലെഡ്സ് ടു ലോവറിങ് ഓഫ് പ്രഷർ. അതാണ് പ്രഷർ കുറയാനുള്ള കാരണം. വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ്, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിലോ എയർ ബിക്കംസ് ഡെൻസ് ആൻഡ് ഡിസൻസ്. എയർ ഡെൻസിറ്റി കൂടുന്നു, അതെന്ത് ചെയ്യുന്നു, അത് അവിടെ തങ്ങി നിൽക്കുന്നു. ദിസ് വിൽ ഇൻക്രീസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വൺസ് മോർ ഐ സേ, when temperature increases, air gets heated and expands. The expanded air is less dense and it ascends. This leads to lowering of pressure. When temperature decreases, air becomes dense and descends. This will increase atmospheric pressure. So there is an inverse relationship between temperature and pressure. Then next, altitude and atmospheric pressure. Altitude and atmospheric pressure is also inversely related. When altitude increases, air becomes rarefied. ഉയരം വർദ്ധിക്കുന്നതിനനുസരിച്ച് എയർ കുറഞ്ഞു വരുന്നു, വായുവിൻ്റെ അളവ് കുറവായിരിക്കും. സോ ഇറ്റ് എക്സേർട്സ് ലെസ് പ്രഷർ. ബട്ട് വെൻ ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസസ്, എർത്ത് ഗ്രാവിറ്റി പുൾ ദ ഗ്യാസ് മോളിക്യൂൾസ് ടുവേഴ്സ് ദ ഗ്രൗണ്ട്. പക്ഷേ ഉയരം കുറയുമ്പോൾ ഭൂമിയുടെ ആകർഷണം മൂലം വായു തന്മാത്രകൾ താഴേക്ക് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. സോ എയർ ബിക്കംസ് ഡെൻസ് ആൻഡ് ഇറ്റ് എക്സേർട്സ് ഹൈ പ്രഷർ. സോ എയർ ബിക്കംസ്, അപ്പോൾ വായുവിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുകയും ഉയർന്ന മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. Once more I say, when altitude increases, air becomes rarefied. So it exerts less pressure. But when altitude decreases, earth gravity pulls the gas molecules towards the ground. So air becomes dense and it exerts high pressure. Then next, what is the relation between humidity and atmospheric pressure? Humidity means the amount of water vapor present in the atmosphere. Water vapor is lighter than air. If the amount of water vapor is more in a unit volume of air, then atmospheric pressure will be less, because moist air contains less oxygen and nitrogen, and that air exerts less pressure, while dry air exerts high pressure as it contains more oxygen and nitrogen. Next question, when we travel up to Ooty or Kodaikanal, we experience clogging of ears and slight breathing difficulty. Why? ഊട്ടിയിൽ കൊടൈക്കനാലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ചെവി അടഞ്ഞു പോകുന്നത് പോലെ, അതുപോലെ തന്നെ ശ്വാസതടസ്സമൊക്കെ നേരിടുന്നു. എന്തുകൊണ്ടാണ്? It is because of low pressure in high altitude regions. Ooty and Kodaikanal are high altitude regions. We experience discomfort while traveling up to high altitude regions because it takes some time for our body to adjust to the difference that happens to atmospheric pressure. Due to this, we experience clogging of ears and slight breathing difficulty. Then next question. Altitude, temperature and humidity are inversely proportional to atmospheric pressure. When altitude increases, atmospheric pressure decreases. When temperature increases, atmospheric pressure decreases. And when humidity increases, atmospheric pressure decreases. All these three factors, altitude, temperature and humidity, are inversely proportional to atmospheric pressure. Then next question, why does the pressure decreases when the humidity increases? The vapor is lighter than the air. നമുക്കെല്ലാം അറിയുന്നതാണ്, വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്.
If the amount of water vapor is more in a unit volume of air, then atmospheric pressure will be less because moist air contains less oxygen and nitrogen and exerts less pressure. അപ്പോൾ മോയിസ്റ്റ് എയറിൽ ഓക്സിജൻ, നൈട്രജൻ എന്നിവ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ലെസ് പ്രഷറായിരിക്കും ഇവ exert ചെയ്യുന്നത്. While dry air exerts high pressure as it contains more oxygen and nitrogen. Once more I say, why does the pressure decreases when the humidity increases? The vapor is lighter than the air. If the amount of water vapor is more in a unit volume of air, then atmospheric pressure will be less because moist air contains less oxygen and nitrogen and exerts less pressure, while dry air exerts high pressure as it contains more oxygen and nitrogen. Then next question, compared to the colder regions, the tropical region experience low atmospheric pressure. Why? Compared to the colder region, the tropical region experience low atmospheric pressure. Why? Very high temperature experienced in lower latitude. Lower latitudesൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. സോ എയർ സ്റ്റാർട്സ് ടു റൈസ്. അപ്പോൾ എയർ ചൂട് പിടിക്കുമ്പോൾ അത് ഡെൻസിറ്റി കുറഞ്ഞ് ഉയർന്നു പോകുന്നു. ദാറ്റ് ലെഡ്സ് ടു ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതുകൊണ്ടാണ് ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുഭവപ്പെടുന്നത്. ബട്ട് ഇൻ എ കോൾഡർ റീജിയൻ എയർ ഈസ് ഡെൻസ്. പക്ഷേ തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ എയർ ഈസ് ഡെൻസ്, വായുവിന് ഡെൻസിറ്റി കൂടുതലാണ്. ദാറ്റ് ലെഡ്സ് ടു ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഡെൻസിറ്റി കൂടിയ എയർ അവിടെ തന്നെ തങ്ങി നിൽക്കുകയും ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷമർദ്ദം കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. Once more I explain. Compared to the colder region, the tropic regions experience low atmospheric pressure. Why? Very high temperature experienced in lower latitude, so air starts to rise. That leads to low atmospheric pressure. But in a colder region, air is dense. That leads to high atmospheric pressure. Then next question. Two places at the same elevation are marked as A and B in the figure. Which of these has a low atmospheric pressure? Why? This is a question from textbook, and the picture is also from textbook. You please have a look in the picture. The place A is situated in the coastal area and B is situated away from the coastal area. Humidity in the atmosphere of the region near coastal area will be more, so the atmospheric pressure will be less there. So A has a low atmospheric pressure. ഈ ചിത്രത്തിൽ എ ബി എന്ന് കാണിച്ചിരിക്കുന്നു. എ എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ബി എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് കുറേ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സമുദ്രത്തിൻ്റെ തീരത്തുള്ള പ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. സോ എ ഹാസ് എ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബിക്കോസ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് നിയർ ദ coastal area. Then next question. The pattern of isobars in two different situations are depicted in the figure A and B. In which of these situations the speed of the wind be higher and why? This question is also from the textbook and this picture is also there in your textbook. In figure A, the isobars are seen closer. You can see. In figure A, the isobars are seen closer. So pressure gradient force will be higher in the figure A. The pressure gradient is said to be steeper when the pressure difference is more over shorter distance. Shorter distanceൽ pressure difference കൂടുതലാണെങ്കിൽ pressure gradient steeper ആയിരിക്കും. Pressure gradient is said to be steeper. That means, so the speed of the wind will be higher in diagram A. In diagram B, the distance between isobars is more, so the speed of the wind will be less. In figure A, ചിത്രം എയിൽ the isobars are seen closer. നിങ്ങൾക്ക് കാണാം
ഐസോബാറുകൾ വളരെ അടുത്തടുത്താണ് വരച്ചിരിക്കുന്നത്. സോ പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് വിൽ ബി ഹയർ. അതുകൊണ്ട് പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് ഇവിടെ വളരെ കൂടുതലായിരിക്കും. ഷോർട്ടർ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയൻ്റ് സ്റ്റീപ്പറായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഷോർട്ടർ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് കൂടുതലാവുന്നത് പ്രഷർ ഗ്രേഡിയൻ്റ് സ്റ്റീപ്പാവാൻ കാരണമാകുന്നു. അങ്ങനെ പ്രഷർ ഗ്രേഡിയൻ്റ് സ്റ്റീപ്പ് ആകുമ്പോൾ വിൻഡിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. സോ ഇൻ ഡയഗ്രം എ the speed of the wind will be higher. In diagram B, the distance between isobars is more. ബിയിൽ ഐസോബാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ സ്പീഡ് ഓഫ് ദ വിൻഡ് വിൽ ബി ലെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്? Rotation of the earth and variation in solar energy are the factors that led to the formation of global pressure belt. ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ രൂപപ്പെടാനുള്ള കാരണം എന്താണ്? റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഒരു കാരണമാണ്, വേരിയേഷൻ ഇൻ സോളാർ എനർജി മറ്റൊരു കാരണമാണ്. വാട്ട് ഈസ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്? Equatorial low pressure belt is situated between 5 degree north and south latitudes. Due to high temperature, the air in this zone ascends on a large scale. Winds are very feeble here. അത് നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞതാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റായിട്ട് മാറാനുള്ള കാരണം അവിടെ ലഭിക്കുന്ന ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കാരണം അവിടുത്തെ എയർ ഡെൻസിറ്റി കുറയുകയും അത് എക്സ്പാൻഡ് ചെയ്ത് അസെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ലോ പ്രഷർ ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം. വൈ? Equatorial low pressure belt is situated between 5 degree north and 5 degree south. As the air in this zone ascends on a large scale due to high temperature, winds are very feeble here. So it is called doldrum, which means the zone with the no winds. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 5 ഡിഗ്രി നോർത്തിലും സൗത്തിലും സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ഹൈ ടെമ്പറേച്ചർ കാരണം ഇവിടുത്തെ എയർ ചൂടുപിടിച്ച് ഡെൻസിറ്റി കുറഞ്ഞ് അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അല്ലാതെ അവിടെ ഹൊറിസോണ്ടൽ രീതിയിൽ വായുവിൻ്റെ മൂവ്മെൻറ്റ് ഇല്ല. ദാറ്റ് ഈസ് വൈ ദിസ് ഏരിയ ഈസ് നോൺ ആസ് ഡോൾഡ്രം, വിച്ച് മീൻസ് ദ സോൺ വിത്ത് നോ വിൻഡ്സ്. Once more I say, equatorial low pressure belt is also known as doldrum. Why? This is an important question. Okay, then equatorial low pressure belt is situated between 5 degree north and 5 degree south. As the air in this zone ascends on a large scale due to high temperature, winds are very feeble here. So it is called doldrum, which means the zone with the no winds. Then next question, subtropical high pressure zone, 30 degree latitudes. Explain the cause of the occurrence of high pressure in 30 degree latitudes. ഈ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് ഹൈ പ്രഷർ സോണായിട്ട് മാറിയത്? ദാറ്റ് ഈസ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ എന്നാണ് ഈ സോണിൻ്റെ പേര്. എങ്ങനെയാണ് ഇത് ഹൈ പ്രഷർ സോണായിട്ട് മാറിയത്? ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കൂൾസ് ഗ്രാജുവലി ആൻഡ് സബ്സൈഡ്സ് അറ്റ് ദ subtropical zone due to the rotation of the earth. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്നും ചൂടുപിടിച്ച് ഉയരുന്ന വായു മുകളിലെത്തുന്നതോടെ തണുത്ത് സാവധാനം 30 ഡിഗ്രിയിലേക്ക് അവ അടിഞ്ഞുകൂടുന്നു. അതിന് കാരണം എർത്തിൻ്റെ റൊട്ടേഷനാണ്. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം ഇക്വറ്റോറിയൽ ലോ പ്രഷറിൽ നിന്നും ചൂടുപിടിച്ച് ഉയർന്നു പോകുന്ന വായു മുകളിലെത്തി തണുത്ത് അത് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൽ താഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ്. Then next question, explain subpolar low pressure belt. This zone is close to the pole. The air is colder here. Though the cold air remains close to the earth, the air is thrown up due to the rotation of the earth.
ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൾ അലോങ് ദ സബ് പോളാർ റീജിയൻ. സബ് പോളാർ റീജിയനിൽ എങ്ങനെയാണ് ഒരു ലോ പ്രഷർ ബെൽറ്റ് രൂപം കൊണ്ടത്? ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ. ഈ സോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ധ്രുവത്തോട് വളരെ അടുത്ത ഏരിയയാണ്. ഇവിടുത്തെ എയർ കോൾഡ് എയർ ആണ്. അതോടൊപ്പം തന്നെ അത് റിമൈൻസ് ക്ലോസ് ടു ദ എർത്ത്. ഭൂമിയോട് അത് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന തണുത്ത എയർ ആണ്. പക്ഷെ ഇവിടെയുള്ള എയർ എർത്തിന്റെ റൊട്ടേഷൻ കാരണം അവിടെ നിന്ന് ത്രോൺ ഔട്ട് ചെയ്യപ്പെടുകയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നെങ്കിലും എർത്തിന്റെ റൊട്ടേഷൻ കാരണം അവ അവിടെ നിന്നും ചുഴറ്റി എറിയപ്പെടുകയാണ്. അതുകൊണ്ട് അവിടെ എയർ കുറവായിരിക്കും. അപ്പോൾ എയർ കുറവായതുകൊണ്ട് തന്നെ അവിടെ എയർ പ്രഷറും കുറവായിരിക്കും. ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് all along the subpolar region. Okay. Once more I explain. Subpolar low pressure belt. This zone is close to the pole. The air is colder here. Though the cold air remains close to the earth, the air is thrown up due to the rotation of the earth. As a result, low pressure is experienced all along the subpolar region. The next question, what is the reason for the formation of low pressure belt at 60 latitudes? What is the reason for the formation of low pressure belt at 60 latitudes? By what name is this pressure belt? ഈ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്. ഇത് മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ ആൻസർ പറയാം. The air is thrown away due to the rotation of the earth here. This results in a pressure drop across the subpolar region. As a result, low pressure is experienced all along the subpolar region. By what name this pressure belt is known? The answer is subpolar low pressure belt. The next question, explain polar high pressure belt. This zone experiences severe cold throughout the year. As a result, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. ഇത് പൊതുവെ ഇത് പൊതുവെ തണുത്ത വായു അടിഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ 2 എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.